പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു ജാങ്കോ ജംഗ്ഷന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക്. പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മളിപ്പോൾ കാക്കൂരിനടുത്ത് അണ്ടിച്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഭയങ്കര പ്രശസ്തമായ ഒരു സ്ഥലമാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഭക്ഷണം കൊണ്ട് ഭയങ്കര ഭീകരമായ ഒരു സ്ഥലമാണ്. ഭക്ഷണം ഇവിടുത്തെ ഒരു ഷാപ്പ്, അണ്ടിച്ചിറ ഷാപ്പിലെ ഭക്ഷണവും കള്ളും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വെളിയിൽ നിന്നൊക്കെ ആൾക്കാർ ഒരുപാട് ഇവിടെ വരുന്നൊരു സ്ഥലമാണ്. ഇത് കുഞ്ഞായി എൻ്റെ സുഹൃത്താണ്. ഇവനെ ഇവിടുത്തെ സ്വദേശവാസിയാണ്. ഇവൻ ഒരുപാട് സിനിമാ താരങ്ങളുടെ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയൊക്കെ സുഹൃത്താണ്. ഒരുപാട് സിനിമകളിലൊക്കെ ഇവൻ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ്. പ്രിയമുള്ള പ്രേക്ഷകരെ, ഏതായാലും എൻ്റെ പ്രിയ പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു ജാങ്കോ ജംഗ്ഷന്റെ ഒരു കലക്കൻ എപ്പിസോഡിലേക്ക്. കുഞ്ഞായി, നമുക്ക് പോകടാ, തുടങ്ങാം. അപ്പം ഞാനും കുഞ്ഞായി ആയിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. മാന്യ പ്രേക്ഷകരെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ജാങ്കോ ജംഗ്ഷന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക്. വരൂ. ഇതാണ് കേട്ടോ കാക്കൂരിലെ അടുത്ത് അണ്ടിച്ചിറ എന്ന് പറയുന്ന സ്ഥലത്തെ പ്രശസ്തമായ ഷാപ്പാണ്. ഇവിടെ ഭയങ്കര ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ഭയങ്കര തിരക്കുള്ള ഒരു ദിവസമാണ്. ഇവിടുത്തെ ഭക്ഷണം കൊണ്ടും ഇവിടുത്തെ കള്ളുകൊണ്ടൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ജാങ്കോ ജംഗ്ഷൻ. മാന്യപ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു ഒരു ലഹരി വിരുദ്ധ എപ്പിസോഡിലേക്ക്. നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ ഷാപ്പിൽ വന്നിട്ട് ലഹരി വിരുദ്ധം എന്ന് പറയുന്നത് ഇവരെ കുലിച്ചെടുത്ത് കൂപ്പിരടിയും അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഏതായാലും പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മൾ ആദ്യമായിട്ടാണ് പല സ്ഥലങ്ങളിലും പല ഏരിയകളിലും നമ്മൾ ജാങ്കോ ജംഗ്ഷൻ ചിത്രീകരിച്ചിട്ടുണ്ട്. എങ്കിൽ തന്നെയും ആദ്യമായിട്ടാണ് ഒരു ലഹരി വിൽക്കുന്ന കള്ള് വിൽക്കുന്ന ഒരു കള്ള് ഷാപ്പിൽ നമ്മുടെ പ്രോഗ്രാം ചിത്രീകരിക്കുന്നത്. അത് തെറ്റാണെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ തെറ്റല്ല. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കുടുംബ അന്തരീക്ഷമുള്ള ഒരു ഷാപ്പ് എന്ന് പറയാം. വർഷങ്ങൾക്ക് മുമ്പൊക്കെ അങ്ങനെയുള്ള ഷാപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെയൊക്കെ തന്നെയുള്ള ഒരു ഭയങ്കര ബിസിനസ് മാത്രമല്ലാത്ത ഒരു ഷാപ്പ് എന്ന് പറയാം. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു ദിവസം യാത്ര പോയി ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ, ആഹാരം കഴിക്കാൻ വേണ്ടി കയറി. നല്ല ഭക്ഷണമായിരുന്നു. അന്ന് അൺഫോർച്ചുനേറ്റ്ലി ഈ ഷാപ്പില്ലായിരുന്നു. അവിടെ അടുത്ത് കറിക്കച്ചവടം നടക്കുന്ന ചേട്ടൻ്റെ വീട്ടിൽ പോയായിരുന്നു നമ്മളന്ന് ആഹാരം കഴിച്ചത്. അത്രയും രസമുള്ള ഫുഡാണ് കൊടുക്കുന്നത്. നാവിൽ കൊതിയൂറുന്ന, നിങ്ങൾക്കറിയാമല്ലോ ഞാനൊരു ഭക്ഷണപ്രിയനാണെന്നൊക്കെ. ശരിക്കും ആഹാരം കഴിച്ചു. അതുകൊണ്ട് പക്ഷേ ഇവിടുത്തെ കള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നാട്ടിൽ ചെത്തുന്ന നല്ല ശുദ്ധമായ കള്ള്, നല്ല രസമുള്ള കള്ള്, കുടിച്ചാൽ കൊതി പോവുകയില്ലാത്ത കള്ളുകളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടുത്തെ ഫുഡിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബൈജേട്ടനല്ലേ, ബൈജു എന്ന് വിളിക്കുന്ന കേട്ടോ പുള്ളി. ബൈജു നല്ല പേര്, ബൈജു എന്ന് വിളിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രത്യേകത ഏറ്റവും മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇടിയിറച്ചിയാണ്. നല്ല സൂപ്പർ ഇടിയിറച്ചിയാണ് ഇവിടുത്തെ. അതുപോലെ തന്നെ കാടഫ്രൈ, മീൻകറി, കൂന്തൽ, കരിമീൻ, ചെമ്മീൻ കാരണം ചെമ്മീൻ ഒരാൾക്ക് ഇവിടെ പേര് വരെ വീണിട്ടുണ്ട്. ചെമ്മീൻ, ഞണ്ട് ഇത്യാദി ഐറ്റങ്ങളെല്ലാം വളരെ വിഭവ സമൃദ്ധമായി പിടിയും കോഴിയും നാവിന് കൊതി ഊറുന്ന രീതിയിൽ എല്ലാം ഇവിടെ ലഭ്യമായൊരു സ്ഥലമാണ്. അതുകൊണ്ടാണ് കള്ളുകുടികാരനല്ലെങ്കിലും കള്ളിനോടൊരു ഇഷ്ടമുണ്ട് എനിക്ക്. അതുകൊണ്ട് മാത്രമാണ് ഈ കള്ളിൻ്റെ മണം അടിക്കുന്നുണ്ട്. സത്യമായിട്ട് നല്ല നാടൻ കള്ളിൻ്റെ ഒരു മണം അതൊക്കെയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാഴ്ചക്കാർ എങ്ങനെ ഇത് എടുക്കുമെന്ന് എനിക്കറിയില്ല. എങ്കിൽ തന്നെ ഞാൻ സ്വമേധയാ ധൈര്യം സംഭരിച്ച് ഷാപ്പിൽ വന്നിരിക്കുകയാണ്. ഇത് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല. എന്നാലും ധൈര്യം സംഭരിച്ച് ഞാനിവിടെ വന്നതാണ്. ഇവരോട് കുറച്ച് കൊച്ചുവർത്താനം പറയാൻ വേണ്ടി വന്നതാണ്. ഏതായാലും ചേട്ടാ നമസ്കാരമുണ്ട്. ഒന്ന് പറഞ്ഞ നമസ്കാരമൊക്കെ. നമസ്കാരമുണ്ട്. എന്താണ് പേര്? ജോയി. ഇത് ജോയിയുടെ പ്രിയമോൻ. പേരെന്താണ്? കുഞ്ഞായി. നമ്മൾ ആദ്യം കണ്ടായിരുന്നല്ലോ കുഞ്ഞായിയാണ് ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ്. നല്ല ഫ്രണ്ട്സാണ് ഇവിടെ ഉള്ളത്. ഏതായാലും നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. മോൻ ഇവിടെ അടുത്തുള്ളതാണ്. കണ്ടുപിടിക്കാൻ വന്നതല്ല, നമ്മൾ കണ്ടുകൊണ്ട് വന്നതാണ്. എന്താ പേരണ? നിജിലെ. എന്ത് ചെയ്യുന്നു? അപ്പൊ നമ്മുടെ പരിപാടി കണ്ടിട്ടുണ്ടോ? ഓക്കെ. ചേട്ടൻ ഷിബു എന്ത് ചെയ്യുന്നു? കറിയുടെ വർക്കാണ്. ഇദ്ദേഹം സത്യൻ, സെയിൽസ്മാനാണ്. സത്യം മാത്രമേ പറയുള്ളൂ. പിന്നെ ഭീകരനായിട്ടൊരാളെ ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ ഭക്ഷണം കഴിക്കാൻ പോയെന്ന്, അത് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്. ഇദ്ദേഹം നമ്മുടെ അങ്ങനെ ഒരു സുഹൃത്തായ ഒരാൾ. പേരെന്താണ്? ബാബുചേട്ടൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിഭീകരമായിട്ടുള്ള കൈപുണ്യം. ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ ഒരു ദിവസം ഇവിടെ വരണം. ഇത് എന്ന് പറയുന്നത് കൂത്താട്ടുകുളത്ത് നിന്ന് കാക്കൂരിനടുത്ത് അണ്ടിച്ചിറ എന്ന് പറയുന്ന ഒരു സ്ഥലമാണിത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര കാമാൻ കോറ്റാണ്. ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ്. നിങ്ങൾ പ്രത്യേകിച്ച് വരണം. വലിയ ഭീകരമായ ഷാപ്പൊന്നും അല്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കും ചെറിയൊരു കുഞ്ഞു ഷാപ്പാണ്. പക്ഷേ സ്ത്രീകളടക്കം വരുന്നൊരു ഷാപ്പാണ്. ചെറിയ ഷാപ്പാണ്. എനിക്ക് 100% പറയാൻ പറ്റും. അത്രയ്ക്ക് രസമുള്ള ഫുഡാണ്, ഭക്ഷണമാണ് ഇവിടുത്തെ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ധൈര്യമായിട്ട് വരാം. ഏതായാലും പിടിയുണ്ടല്ലേ? പിടിയുണ്ട്. പിന്നെ എന്നൊക്കെയാ? മുയല്, താറാവ്, കാട, കരിമീൻ, ചെമ്മീൻ, ഞണ്ട്, കൂന്തല്, മീൻകറി, ലിവർ, കോപ്പി,
പന്നി എന്നെ അങ്ങ് ദത്തെടുക്കൂ പ്ലീസ്. ഏതായാലും പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നുണ്ടാവും, നമ്മൾ ആ ഒരു കള്ളെന്നുള്ള കൺസെപ്റ്റ് വന്നല്ല, ആഹാരം ഭയങ്കരമായിട്ട് രസമുള്ള നല്ല ഫുഡും നല്ല കള്ളും കഴിക്കണമെങ്കിൽ അണ്ടിച്ചോറ ഷാപ്പിലേക്ക് വരാം. ഞാൻ ഇത്രയൊക്കെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് ഇവരെന്തെങ്കിലും തരുമായിരിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. ഏതായാലും അത്രയ്ക്ക് ടേസ്റ്റുള്ള സംഭവം അന്തിക്കുറപ്പാണ്, അതാണ് പറഞ്ഞത്. കാരണം എല്ലാവരും സംഗീതവും കലയൊക്കെ ഇഷ്ടപ്പെടുന്നു, നമ്മളെയൊക്കെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരാണ്. പേരെന്താരെന്ന് പറഞ്ഞ് സത്യൻ ചേട്ടൻ ഒരു പാട്ട് പാടാൻ പോയാൽ നമുക്ക് എല്ലാവരും ഒന്ന് കൂടാം. പിടിച്ചോ, മൈക്ക് പിടിച്ചോ, മൈക്ക് പിടിച്ചു. റെഡി വൺ. അന്തിക്കടപ്പുറത്തോരോലക്കൂടെ എടുത്ത് നാലും കുട്ടി മുറുക്കി നടക്കണത് ആരാണ്? ഞാനല്ല പരുന്തല്ല തിരകളല്ല ചെമ്മാനം വാഴണ തുറയരയൻ അങ്ങേ കടവിൽ പള്ളി ഉറങ്ങാ മൂപ്പര് പോണതാണ് കിളി തക്കിളി പൊക്കിളി തൊട്ട് കളിക്കണ കടലിൻ കുട്ടികൾ അക്കരെ മുട്ട് കണക്കൊരു കുത്തി കിടാത്തിന് ഉദിച്ച് വരുന്നത് കണ്ട് മലക്കൊടി ഒട്ടി തലകൾ കൂട്ടണ ഓണത്തുമ്പികൾ വിളിക്കേ പറയ ചെണ്ടകൾ അറിവിത്തരിക്കട മേളമടിച്ച് മുഴക്കുന്നേരം ചാകര വന്ന് കണ്ടേ അമ്പിളി വള്ളം ഒരുങ്ങി അലങ്ങി അലമ്പി അമ്പിളി കൂടാൻ കെട്ടിലും മുട്ടിലും മാനമ്മാനം തോണി വരും ഉള്ളിൽ ഉറങ്ങി വരും കുടി കൊണ്ടൊരു ആളത്തരിക്കടത്തെ പുറത്തേ. വെരി ഗുഡ്, അതിഭീകരമായിട്ടുണ്ട്. ഏതായാലും കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. ഇത് നമ്മുടെ പ്രിയങ്കരനായ ചേട്ടന്റെ പേരനാ ചെമ്മീൻ ചേട്ടൻ. എന്താ കുഞ്ഞോൻ ചേട്ടൻ ചെത്തുകാരനാണ്. ഓക്കെ. ചെമ്മീൻ ചേട്ടൻ ഈ പേര് പറയാനുള്ള കാരണം എന്താ? അയാമേ ചെമ്മീൻ പൊടി. ഓക്കെ, ഉണ്ടായിരുന്നു. ഓക്കെ, എത്ര വർഷം? അതെ അല്ലേ. ഇപ്പൊ ചെയ്യുന്നില്ലല്ലോ, ഇപ്പൊ ചെയ്യുന്നില്ല. ഓക്കെ, പേരെങ്ങനെയാ? കുഞ്ഞുമോൻ. ഓക്കെ. പണ്ട് ചത്തായിരുന്നു അല്ലേ? ചത്തായിരുന്നു, കുഴപ്പമില്ല. എത്ര വയസ്സായി ഇപ്പം? 70 വയസ്സ്. ഭീകരനാണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എന്തായാലും വളരെ രസമുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിച്ചേർന്നത്. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, അണ്ടിച്ചിറ ഷാപ്പിലാണ് നമ്മൾ എത്തിയത്. ഏതായാലും അതുപോലെ ഇവിടെ കുറച്ച് നാളെ നമ്മൾ സ്പെൻഡ് ചെയ്യാന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ കള്ളി നിങ്ങളെ പരിചയപ്പെടുത്തുക, കറി നിങ്ങളെ പരിചയപ്പെടുത്തുക, സൗകര്യം ഉണ്ടെങ്കിൽ വന്ന് കഴിക്കുക, അത്രയുള്ള ഉദ്ദേശം മാത്രമേ നമുക്കുള്ളൂ. ഇഷ്ടമുണ്ടെങ്കിൽ വന്നാൽ മതി, ഇഷ്ടമില്ലാത്തവർ വരണ്ട. ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇന്നത്തെ ഇതാണ്, ശ്രദ്ധിക്കുക. ഇവരോട് മാത്രമായിട്ടുള്ള ഒരു കുസൃതി ചോദ്യമാണ്, ശ്രദ്ധിക്കുക. നമ്മൾ കറികൾ പലതുണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ ചെമ്മീൻ കറിയുണ്ട്, നമ്മുടെ ചെമ്മീൻ കറിയുണ്ട്, അതുപോലെ തന്നെ കാടക്കറിയുണ്ട്, മീൻ കറിയുണ്ട്, തവളക്കറിയുണ്ട്, മുയൽ കറിയുണ്ട്, കറികൾ പലതുണ്ട്. എന്നാൽ അതായത് കറികളെല്ലാം തന്നെ എല്ലാവരും കഴിക്കുന്ന കറികളാണെങ്കിൽ ആരും കഴിക്കാത്ത ഒരു കറിയുണ്ട്. ഏത് കറിയാണ്? പെട്ടെന്ന് പറയൂ. ബിജു, ശശി, സത്യനും അറിയത്തില്ല. ആരും കഴിക്കാത്ത ഒരു കറിയുണ്ട്. ഏത് കറിയാണ്? പെട്ടെന്ന് പറഞ്ഞു. എന്നെ നാളെ ആണല്ലോ ബിജു, വൈജു, എനിക്ക് വയ്യ, എന്റെ പൊന്നും കൂടെ പറ. അറിയത്തില്ല. ആരും കഴിക്കാത്ത ഒരു കറിയുണ്ട്. ഏത് കറിയാന്നാണ്? അറിയാവോ ചേട്ടാ? അറിയില്ല. ആരും കഴിക്കാത്ത ഒരു കറി അറിയില്ല. അറിയാമോ? ഇല്ല. ചെമ്മീൻ ചാടിയാൽ അങ്ങനെ പറഞ്ഞോളില്ലേ? എങ്ങനെയാ പറഞ്ഞത്? അതാണ്, ആരും കഴിക്കാത്തൊരു കറിയുണ്ട്. ഏത് കറിയാണ്? കറികളെല്ലാം നമ്മൾ കഴിക്കുന്നത്, പക്ഷേ ആരും കഴിക്കാത്തൊരു കറി. ഉത്തരം പറയണം. അറിയാമോ? അറിയില്ല. അല്ല, ഇതൊരു കുസൃതി ചോദ്യമാണ്. ആരും കഴിക്കാത്തൊരു കറിയുണ്ട്. ഏത് കറിയാണ്? അറിയില്ല. പേരെന്നായിരുന്നു? സജി ചേട്ടൻ. എത്ര കുപ്പി കഴിക്കും വൈകിട്ട് സാറ്? 1 കുപ്പി. നമ്മുടെ കണക്കാണല്ലേ? ആരോഗ്യത്തിന് നല്ലതുമാണ്. ഞാൻ പറഞ്ഞു, ഒരു ഗ്ലാസ് ഇല്ലേ ഒരു കുപ്പി കഴിക്കുന്ന ആരോഗ്യത്തിന് നല്ലതാണെന്നാണ് എല്ലാവരും പറയുന്നത്. സാധാരണ ഞാൻ പറയില്ലേ, മൂത്രതടസ്സമൊക്കെ ഉള്ളവർക്കൊക്കെ നല്ല ഒരുപാട് കള്ള ഒരുപാട് ശരിക്കും പറഞ്ഞാൽ ആരോഗ്യകരമായ ഒരു മൂത്രസംബന്ധം ഉണ്ടാവത്തില്ല. നല്ല കള്ള് കുടിച്ചാൽ അതുകൂടെ പറയാം. നല്ല കള്ള് കുടിച്ചാൽ കുടിക്കുന്നുള്ളൂ. അല്ല, സാധാരണ ചില ഷാപ്പുകളിലൊക്കെ നല്ല വ്യാജ കള്ളുകളും വരാറുണ്ട്. കുടിക്കുന്നു. ഓക്കെ, വെരി ഗുഡ്. ഏതായാലും ആരും കഴിക്കാത്ത ഒരു കറിയുണ്ട്. ഏത് കറിയാണെന്നാണ് എന്റെ ചോദ്യം. നിങ്ങൾക്കറിയാമോ? അറിയാമോ? ഏതായാലും പ്രിയമുള്ള പ്രേക്ഷകരെ, ഇത്രയും നേരം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു. ഏതായാലും അണ്ടിച്ചിറ ഷാപ്പിൽ നമ്മൾ ഇവിടെ തിരിക്കുകയാണ് അടുത്ത സ്ഥലത്തേക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് വരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ബാബുച്ചേട്ടൻ നമ്മുടെ പ്രിയ സുഹൃത്താണ്. ഇവിടെ കറി കച്ചവടം ചെയ്യുന്ന ബാബുച്ചേട്ടൻ നമ്മുടെ പ്രിയ സുഹൃത്താണ്. അതിൻ്റെ പേരിൽ ഇവിടുത്തെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് ഞാൻ പറയും. നമ്മളെന്ത് നല്ലത് അനുഭവിക്കുമ്പോഴും അതിനോട് ചേർന്ന് നിങ്ങളൂടെ ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഇവിടെ നിങ്ങളെ കൊണ്ടുവന്നത്. ഇതൊക്കെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാൻ പറ്റിയത്.
കള്ള് കഴിക്കാവുന്നവർക്ക് കഴിക്കാം, നല്ലതാണ്. മദ്യം അമിതമായാൽ ആരോഗ്യത്തിന് ഹാനികരം. അതുപോലെ തന്നെ നല്ല ഫുഡ് ആവശ്യത്തിന് കഴിച്ചു വലിച്ചു വാരി കഴിക്കാം, കൊതി തീരുന്ന വരെ ഇവിടെ വന്ന് കഴിക്കാം. അതിനുള്ള എല്ലാ ഫെസിലിറ്റിയും നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്, 100% ഗ്യാരണ്ടി. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ എവിടെ വെച്ച് കണ്ടാലും എന്നോട് ചോദിക്കാം. ഫുഡിന്റെ കാരണം അടിപൊളിയാണ്, പുള്ളി എല്ലാം ഉറപ്പും പറഞ്ഞിട്ടുണ്ട്, നല്ല ഫുഡ് നിങ്ങൾക്ക് തരുമെന്ന്. ഏതായാലും നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് അപ്പോൾ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മൾ അണ്ടിച്ചിറ ഷാപ്പിൽ കയറി ഒരു ബ്രേക്കിന് ശേഷം തിരിച്ചെത്തിയിരിക്കുകയാണ്. നല്ല കപ്പയും കള്ളും കരിമീനൊക്കെ നമ്മൾ കണ്ടു. ഏതായാലും നമ്മളിപ്പോൾ കൂത്താട്ടം ടൗണിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. എൻ്റെ ചോദ്യം ഇതാണ്, കറികൾ പലതുണ്ടെങ്കിലും ആരും കഴിക്കാത്ത ഒരു കറിയുണ്ട്, ഏതാണ് എന്നാണ് ചോദ്യം. മോളെ ക്ലാസ്സിൽ പോയതാണോ? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞങ്ങൾ ദൃശ്യ ചാനലിലെ ജാങ്കോ ജംഗ്ഷൻ എന്ന് പറഞ്ഞ പരിപാടിയിൽ നിന്ന് വരുവാണ്. ഞാനൊരു ചോദ്യം ചോദിക്കും, ആൻസർ ചെയ്യുകയാണ്, കുറേ സമ്മാനം തരും. എവിടെ മോടെ വീട്? വലിയപ്പുറം. കറികൾ പലതുണ്ട്, മീൻകറിയുണ്ട്, സാമ്പാറുണ്ട്, കറി പുളിശ്ശേരി ഉണ്ട്, അങ്ങനെ കറികൾ പലതുണ്ട്. പക്ഷേ ആരും കഴിക്കാത്ത ഒരു കറിയുണ്ട്, ഏത് കറിയാണ്? പെട്ടെന്ന് പറയും, കുറേ സമ്മാനമുണ്ട്. പെട്ടെന്ന് പറഞ്ഞു. അറിയാമോ? അറിയില്ല. നോക്കറിയാമോ? അറിയില്ല. ചേച്ചി നമസ്കാരമുണ്ട്, എന്താ പേര്? ജിജി. ചേച്ചിയുടെ വീട് എവിടെയാണ്? വടകര. ഞങ്ങൾ ദിശ ചാനലിലെ ജാങ്കോ ജംഗ്ഷൻ എന്ന് പറയുന്നത് തമാശ പറഞ്ഞൊരു പരിപാടിയാണ്. ഞാനൊരു ചോദ്യം ചോദിക്കാൻ ആൻസർ ചെയ്യാൻ കുറേ സമ്മാനമുണ്ട്. നമ്മൾ കറികൾ പലതില്ലേ വീട്ടിലുണ്ട്, ആഹാരത്തിലൂടെ കഴിക്കുന്ന കറികൾ പലതുണ്ട്. മീൻ കറിയുണ്ട്, പല കറിയുണ്ട്. എന്നാൽ ആരും കഴിക്കാത്ത ഒരു കറിയുണ്ട്, ഏത് കറിയാണ്? ഒരു കുസൃതി ചോദ്യമാണ്. ആരും കഴിക്കാത്ത ഒരു കറിയുണ്ട്, ഏത് കറിയാണ്? അറിയില്ല. ജോലി ചെയ്യണോ? എന്തിലാണ്? പശുമറ്റം ഫിനാൻസിലാണ്. ഓക്കെ. ആരും കഴിക്കാത്ത ഒരു കറിയുണ്ട്, ഏത് കറിയാണ്? അറിയാമോ? ഇല്ല. ഇത് പേടിക്കുന്നത് എന്തിനാ? ഇത് കണ്ടാ പേടിയാവോ? ഇല്ല. ആരും കഴിക്കാത്ത ഒരു കറി. നമസ്കാരമുണ്ട്. ഞങ്ങൾ ദൃശ്യ ചാനലിലെ ജാങ്കോ ജംഗ്ഷൻ എന്ന് പറഞ്ഞ പരിപാടിയിൽ നിന്നാണ്. ഞാനൊരു ചോദ്യം ചോദിക്കുക, അതിന് ആൻസർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കുറച്ച് സമ്മാനങ്ങൾ വന്നിട്ട് വന്നു കരുതുന്നതാണ്. നമ്മൾ കറികളില്ലേ, ചോറിന് കറികൾ പല ടൈപ്പുണ്ട്. എങ്കിൽ തന്നെയും ആ കറികളൊക്കെ നമ്മൾ കഴിക്കാറുണ്ട്. എങ്കിൽ തന്നെയും ആരും കഴിക്കാത്ത ഒരു കറിയുണ്ട്, ഏത് കറിയാണ്? അറിയോ? മലക്കറിയല്ല. മലക്കറി കഴിക്കാറുണ്ടല്ലോ നമ്മൾ. മലക്കറി ആരും കഴിക്കാൻ അറിയില്ല. എന്താ പേരെന്താ? ഗിരീഷ്. എന്ത് ചെയ്യുന്നു ഗിരീഷ്? ഹോട്ടലിൽ പറഞ്ഞു. കണ്ടേ സന്തോഷം, പരിചയപ്പെടാൻ പറ്റിയ സന്തോഷം. ആർക്കും അറിയില്ല. നമ്മൾ ഒരുപാട് പേരോട് ഈ ചോദ്യങ്ങൾ ചോദിച്ചു, ആർക്കും തന്നെ അറിയില്ല. ചേട്ടാ നമസ്കാരമുണ്ട്. ചേട്ടാ എന്തുണ്ട്? പേരെന്താ? രാജു. എന്ത് ചെയ്യുന്നു രാജു? BSNL വർക്ക് ചെയ്യാണ്. ഞങ്ങൾ ദൃശ്യ ചാനലിലെ ജാങ്കോ ജംഗ്ഷൻ എന്ന് പറയുന്ന പരിപാടിയിൽ നിന്നാണ്. ഞാനൊരു ചോദ്യം ചോദിച്ച് പറ്റുമെങ്കിൽ ആൻസർ ചെയ്യുകയാണെങ്കിൽ കുറേ സമ്മാനം തന്നിട്ട് പോകുന്ന എഴുതി ഒന്നാണ്. ഭക്ഷണയോഗ്യമല്ലാത്ത ഒരു കറിയുണ്ട്, ഏത് കറിയാണ്? തമാശ ചോദ്യമാണ്, കുസൃതി ചോദ്യമാണ്. അറിയോ? അറിയില്ല. ചേച്ചി ജോലി കഴിഞ്ഞ് വന്നതാണോ? അതിന് പേടിക്കുന്ന എന്തിനാ ചേച്ചി? ഇല്ല. നമ്മൾ കറികൾ പല ടൈപ്പ് കറികളുണ്ട്. ഭക്ഷണയോഗ്യമല്ലാത്തൊരു കറിയുണ്ട്, ഏത് കറിയാണ്? അറിയാമെങ്കിൽ അറിയാമെന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ പൊക്കോളാം. അറിയാം മോളെ? അറിയില്ല. മോടെ പേരെന്താ? അഞ്ചു. ഇവരൊക്കെ എന്തിനാ എന്നെ കാണുമ്പോൾ ഓടുന്നത്? അറിയാം. നമുക്കറിയില്ല. എന്തിനാണ് പഠിക്കുന്നത്? വർക്ക് ചെയ്യാണ്. അറിയില്ല. താങ്ക് യു. ഇപ്പുണ്ടായിരുന്നോ? ഞാൻ ചോദിക്കുന്നുമില്ല, നമ്മളൊന്നും കണ്ടിട്ടുമില്ല. ഭക്ഷണയോഗ്യമല്ലാത്തൊരു കറിയുണ്ട്, ഏത് കറിയാന്ന് പറ. എനിക്കറിയില്ല. പേരെന്നാ ചേച്ചിയുടെ? സിന്ധു. ഓക്കെ. കണ്ടേ സന്തോഷമുണ്ട് കേട്ടോ. സിന്ധു ചേച്ചിക്കറിയില്ല. നമസ്കാരമുണ്ട്. ദൃശ്യ ചാനലിൽ നിന്ന് വരുവാണ്, ഒരു പ്രോഗ്രാമുമായിട്ട് ഇറങ്ങിയതാ. എന്താ സാറിൻ്റെ പേരെന്താ? ബിജു ചേട്ടൻ എന്താ ചെയ്യുന്നത്? വർക്കാണ്. കറികൾ പല ടൈപ്പ് കറികളുണ്ട്. ഭക്ഷണയോഗ്യമല്ലാത്തൊരു കറിയുണ്ട്, ഏത് കറിയാണെന്നറിയോ? അറിയില്ല. ഓക്കെ, കാണാം. സന്തോഷം. നമസ്കാരമുണ്ട്. എന്താ പേര്? വിജയൻ. എന്ത് ചെയ്യുന്നു? എന്തോ? കച്ചവടമാണ്. ദൃശ്യ ചാനലിലെ ജാങ്കോ ജംഗ്ഷനിൽ നിന്ന് വരികയാണ്. കറികൾ പലതുണ്ടെങ്കിലും അതെല്ലാം നമുക്ക് കഴിക്കാൻ പറ്റും. പക്ഷേ ഭക്ഷണയോഗ്യമല്ലാത്തൊരു കറിയുണ്ട്, ഏത് കറിയാണ്? പച്ചക്കറി നമ്മൾ കഴിക്കാറുണ്ട്. കുസൃതി ചോദ്യമാണ്. ഇപ്പോഴത്തെ പച്ചക്കറിയല്ല, ഭക്ഷണയോഗ്യമല്ലാത്തൊരു കറിയുണ്ട്, ഏത് കറിയാണ്? അറിയില്ല. കാണാൻ പറ്റിയ സന്തോഷമുണ്ട്, പരിചയപ്പെടാൻ പറ്റിയ സന്തോഷം. ചോദ്യം ഇതായിരുന്നു, ഭക്ഷണയോഗ്യമല്ലാത്തൊരു കറിയുണ്ട്, ഏത് കറിയാണ്? അറിയാമോ? ഭക്ഷണയോഗ്യമല്ലാത്തൊരു കറിയുണ്ട്, ഏത് കറിയാണ്? ഏത് കറിയായിരുന്നായിരുന്നു ചോദ്യം. നമസ്കാരമുണ്ട്. ദൃശ്യ ചാനലിൽ നിന്ന് വരുവാണ്. ഞാനൊരു ചോദ്യം ചോദിക്കും, ആൻസർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കുറച്ച് സമ്മാനം തന്നിട്ട് പോകാൻ കരുതിയാണ്. എന്താ പേരെന്താ? സന്തോഷം. എന്ത് ചെയ്യുന്നു? ഞാൻ എനിക്ക് കോൺക്രീറ്റ് കടലിലെ പണിയാണ്. അതെ അല്ലേ. ഇന്ന് ജോലി ഉണ്ടായിരുന്നോ? ഓക്കെ. കറികൾ പലതുണ്ടെങ്കിലും ഭക്ഷണയോഗ്യമല്ലാത്തൊരു കറിയുണ്ട്, ഏത് കറിയാണ്? അറിയോ? അറിയില്ല. ഓക്കെ, കാണാൻ പറ്റിയ സന്തോഷം, പരിചയപ്പെടാൻ പറ്റിയ സന്തോഷം.
അവർക്കും അറിയില്ല. തിരക്കിൽ പോവുകയാണോ? തിരക്കിൽ പോവുകയാണോ? പെട്ടെന്ന് പോകോ കേട്ടോ. എന്തരോ ചേട്ടാ എന്നാ ഉണ്ട് പത്രത്തിൽ ന്യൂസൊക്കെ? ദൃശ്യ ചാനലിൽ നിന്ന് വരുവാ. എന്നാ ശേഷം ഓട്ടം ഉണ്ടോ? ഓട്ടം കുറവല്ല, മൊത്തത്തിൽ എല്ലായിടത്തും ഓട്ടം കുറവാ. ഫ്ലാഷ് ന്യൂസൊക്കെ വായിച്ചുകൊണ്ടിരിക്കുക. രാജധാനി പാളം തെറ്റി 4 മരണം. ഈ കൊച്ചേതാ? ചുങ്കത്തിയുടെ. ഞങ്ങൾ ഇന്നൊരു ചോദ്യം ചോദിക്കാം, ഉത്തരം പറയുകയാണെങ്കിൽ ഒരു സമ്മാനം തന്നിട്ട് പോകാമെന്ന് കരുതിയാ. നമ്മൾ കറികൾ പലതുണ്ടല്ലോ, പല ടൈപ്പ് കറിയുണ്ട്. എല്ലാ കറികളും ഭക്ഷണയോഗ്യമാണ്. കഴിക്കാൻ പറ്റാത്തൊരു കറിയുണ്ട്. ഏത് കറിയാണെന്നറിയോ? പെട്ടെന്ന് പറഞ്ഞു. 1 2 3 4 5 6 7 8 9 10. അറിയില്ല. ഓക്കെ, വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, സന്തോഷം. കുമാരസംഭവം ചേട്ടാ. എല്ലാ വിശേഷമൊക്കെ. ഞങ്ങൾ ദൃശ്യ ചാനലിലെ ജാങ്കോ ജംഗ്ഷനിൽ നിന്ന് വരുവാണ്. ഞാൻ ചോദ്യം ചോദിക്കാൻ ഉത്തരം പറയാൻ ചോദിക്കാൻ വരുമല്ലേ. പേരെന്നാ? വിനോദ് ചേട്ടൻ്റെ വണ്ടിയാണ്. എന്താ പരിപാടി? അതെല്ലേ. ഈ കറികൾ, ഭക്ഷണത്തിൻ്റെ കൂടെ പല പല കറികളുണ്ട്. നമ്മൾ കറികളെല്ലാം ഭക്ഷണയോഗ്യമാണെങ്കിൽ തന്നെ കഴിക്കാൻ പറ്റാത്തൊരു കറിയുണ്ട്. ഏത് കറിയാണെന്നറിയാമോ? കഴിക്കാൻ പറ്റാത്തൊരു കറി കരക്കത്തി. ചക്രവർത്തിന് അറിയത്തില്ലേ? പറഞ്ഞ് അറിയാവോ? അറിയില്ല. വീണ്ടും കാണാം കേട്ടോ. സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. മീശ ഒന്ന് വിരിച്ചേ കാണട്ടെ. സെറ്റപ്പ് മീശ. ഇതാണ് മീശ. നമ്മുടെ കള്ളു കുടിക്കുന്ന മീശയല്ലേ യഥാർത്ഥി വെച്ചിട്ട്? അറിയത്തില്ലല്ലോ ഉത്തരം. പേരെന്നാ? കുട്ടപ്പൻ ചേട്ടൻ. കാണാം കേട്ടോ. സന്തോഷമുണ്ട്. അറിയില്ല. കുട്ടപ്പൻ ചേട്ടനും അറിയില്ല. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മൾ ടീച്ചർ ഷാപ്പിൽ പോയി. ഞാൻ പറഞ്ഞല്ലോ നല്ല ഫുഡാണ്. അവിടെ കള്ളുണ്ട്. ഞാൻ പറഞ്ഞു കള്ള് കുടിക്കുന്നത് ഒക്കെ നല്ല കാര്യം തന്നെയാണ്. എല്ലാം ആവശ്യത്തിനാണ്, നല്ലതാണ്. നമ്മളൊന്നിനും പ്രോത്സാഹിപ്പിക്കുകയില്ല. എന്താ പറയുക, ലഹരിയിൽ തുടങ്ങിയ ലഹരി വിരുദ്ധ ജനകീയ വേദിയുടെ ഫ്രണ്ടിലാണ് നമ്മളിരിക്കുന്നത്. അപ്പം ഇതൊന്നും ആവശ്യത്തിനായ നല്ലത്. ലഹരി ആരും ഉപയോഗിക്കരുത്. ഒരിക്കലും ഇത് പ്രോത്സാഹിപ്പിച്ചതല്ല. ഏതായാലും നമുക്ക് വീണ്ടും തുടങ്ങാം. നമുക്ക് കൂത്താട്ടം ടൗണിൽ കൂടെ വീണ്ടും അവിടെ നലയിപ്പായത് നടത്താം. ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കാതെ. വിളിയൊക്കെ കേട്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. ഇതാണ്ട് നമസ്കാരം. ഞങ്ങൾ ദൃശ്യ ചാനലിലെ ജാങ്കോ ജംഗ്ഷൻ എന്ന് പറഞ്ഞൊരു തമാശ പരിപാടി ഇങ്ങനെ നടത്തിക്കൊണ്ട് കൂത്താട്ടോളത്തേക്ക് വന്നു. എന്നാ പേരെന്നാ? ജോമോൻ. ജിബിൻ. രാജന്റെ വീട് എവിടെയാ? എൻ്റെ വീട് ആലോചിക്കുന്നത് പറയുന്നത്. എൻ്റെ വീട് സത്യത്തിൽ എൻ്റെ വീട് എവിടെയാ? എന്ത് ചെയ്യുന്നേട്ടാ? എന്ത് ചെയ്യുന്നേ? വണ്ടി ഓടിക്കുക. ഓക്കെ. അപ്പം ഒരു കുസൃതി ചോദ്യം ചോദിക്കും. ഉത്തരം പറയാൻ പറ്റുകയാണെങ്കിൽ ഒരു സമ്മാനമൊക്കെ തന്നിട്ട് പോകുന്ന വരും. എന്നാ പരിപാടി എന്നാ? പണി ഉണ്ടായിരുന്നോ? പണി കഴിഞ്ഞോ? എവിടെയായിരുന്നു പണി? അമ്പാട്ടുകണ്ടം. ആരുടെ വീട്ടിലായിരുന്നു പണി? അങ്ങനെ ചോദിച്ചാൽ ഉതുപ്പാണ്ട് ഒരു പണി കൊടുത്തു. പുള്ളിക്ക് ഉതുപ്പാണ്ട് വീട്ടിലായിരുന്നു പണി. ഉതുപ്പാണ്ട് പണി കൊടുത്തിട്ട് 8 പണിയൊക്കെ കൊടുത്തു. അപ്പോഴേ നമ്മള് കറികളൊക്കെ പല കറികളുണ്ട്. പല ടൈപ്പ് കറികളുണ്ട്. മീൻ കറിയുണ്ട്, പല ടൈപ്പ് കറികളുണ്ട്. അപ്പം ഇത് കറികളെല്ലാം ഭക്ഷണയോഗ്യമാണെങ്കിൽ തന്നെ കഴിക്കാൻ പറ്റാത്തൊരു കറിയുണ്ട്. ഏത് കറിയാണ്? കുസൃതി ചോദ്യമാണ്. കഴിക്കാൻ പറ്റാത്തൊരു കറി പറഞ്ഞോ. പൊളിച്ച് അടിക്കൊരു സമ്മാനം തട്ടുന്നു. എന്നാ വിശേഷം? ഇങ്ങനെ നോക്കി നിൽക്കുന്നു. ഒന്നും പറയണ്ട. കഴിക്കാൻ പറ്റാത്തൊരു കറി അറിയില്ല. ബേക്കറിയാണോ? തീർച്ചയായിട്ടും ശരിയാണ്. ബേക്കറി ശരിയാണ്. ഇത്രേ ഉത്തരവുള്ളൂ. സിമ്പിൾ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ വലിയ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട കേസൊന്നുമില്ല. കഴിക്കാൻ പറ്റാത്തൊരു കറിയുണ്ട്. അത് ബേക്കറി മാത്രമാണ്. തീർച്ചയായിട്ടും. പേരെന്നായിരുന്നു? ജോമോന്. അൽഫോൺസ ലേഡീസ് ആൻഡ് കിഡ്സ് കൊണ്ട് നൽകുന്ന ഒരു അടിപൊളി ഭീകരമായ സമ്മാനമുണ്ട്. പിന്നെ എന്നാ ഐശ്വര്യ സിൽക്സിന്റെ സമ്മാനമുണ്ട്. കല്യാണം കഴിഞ്ഞാണോ? സാരിയൊന്നും ആയിരിക്കുകയല്ല. ഏതായാലും പ്രിയമുള്ള പ്രേക്ഷകരെ, ഇന്നത്തെ എപ്പിസോഡ് അവിടെ വൈൻഡപ്പ് ചെയ്തിരിക്കുകയാണ്. ചിരിയും ചിന്തയൊന്നും അവസാനിക്കുന്നില്ല. പതിവ് പോലെ നിറമുള്ള കാഴ്ചകളും കുസൃതി ചോദ്യങ്ങളും അടിപൊളി ഭീകരങ്ങളായ സമ്മാനങ്ങളുമായി നാട്ടുകാർ പഞ്ഞിക്കിട്ടില്ലെങ്കിൽ അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം. അതുവരേക്കും ഇവിടെ പറഞ്ഞു വരുന്നു നിങ്ങളുടെ സ്വന്തം സൂരജ് പാലാക്കാരൻ. തട്ടിക്കുട്ടിയ പാട്ടല്ല ഇത്, കുത്തിക്കുട്ടിയ കഥയല്ല. നർമ്മ
ഒരുക്കി ഒരുക്കിയെടുത്തൊരു സംഭവം Django Junction Django Junction Django Junction Django Junction പള്ളകൊഴിഞ്ഞൊരു മുത്തശ്ശിക്കഥ പാഴ്ക്കഥയല്ലല്ലോ. പണ്ടവർ ചൊല്ലും പഴമൊഴിയൊന്നും പാഴ്മൊഴിയല്ലല്ലോ. ആഹാ, അറയിലെ മുറിയിലെ മുറിയിലെ ഉരുളിയിൽ ഉരി എണ്ണയില്ല, ഒരു തരി എണ്ണയില്ല. പിന്നെ ഒന്ന് പോചേട്ടാ. ചോദ്യവുമായെത്തുന്നു പാലാക്കാരൻ. അടവുകൾ ചുവടുകളാക്കി വരുന്നേ ചിരിയുടെ പോരാളി. കുസൃതി ചോദ്യവുമായെത്തുന്നു പാലാക്കാരൻ. നർമ്മരസത്തോടെതിരേറ്റടിപൊളി സമ്മാനം പൊതുഭാവങ്ങൾ കൊയിലേകി ചിരിയുടെ രോഗം തീർക്കാനായി ആടിപൊളിയാൻ തകലടിയാൻ തകതിമി തോന്നും. Django Junction Django Junction Django Junction Django Junction Django Junction